പ്രതീക്ഷകൾക്കും ടർക്കോയിസ് രത്നങ്ങൾക്കുമിടയിൽ പൈതൃകത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥകൾ ഉറങ്ങുന്ന നാട് ഇറാൻ. എന്റെ ഉള്ളിലും എനിക്ക് ചുറ്റിലും നീ നിറഞ്ഞു നിൽക്കുന്നു. നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പ്രണയത്തിന്റെ ഈ പ്രപഞ്ചത്തിൽ നീയും ഞാനുമല്ലാതെ മറ്റാരുമില്ലല്ലോ. നമ്മെ പ്രണയിക്കാൻ പഠിപ്പിച്ച ജലാലുദ്ദീൻ റൂമിയുടെയും ഹഫീസിന്റെയും നാട്, കവിതകളും പോരാട്ടങ്ങളും ഇടചേർന്ന് നിൽക്കുന്ന ദേശം. ടെഹ്റാനിൽ നിന്ന് 298 കിലോമീറ്റർ അകലെ കാസ്പിയൻ കടലിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഇറാനിലെ പരുക്കൻ പർവ്വതങ്ങളുടെയും ആകാശത്തിന്റെയും ഇടയിൽ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും കൂടിച്ചേരുന്ന ഗ്രാമം സച്ചാൻ. വസന്തകാലത്തിലെ പൂക്കൾ മുതൽ ശൈത്യകാലത്തിലെ നിശബ്ദത പോലും ഒപ്പിയെടുക്കുന്ന ആ ഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടി, നർഗീസ് മുഹമ്മദി. ഇത് അവരുടെ കഥയാണ്. ഒരു യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. ഇറാനിലെ ഏറ്റവും പ്രസിദ്ധമായ സർദോ പർവ്വതം കീഴടക്കുക, അതാണ് ലക്ഷ്യം. ഒരുക്കം അല്ലെങ്കിൽ തന്നെ നമ്മൾ പോകുന്നത് പാർക്കിലോ ബീച്ചിലോ അല്ലല്ലോ, മല കയറാനല്ലേ. അവിടെ ആരിരുന്നിട്ടാ? നർഗീസ് ദേഷ്യപ്പെട്ടു. എന്റെ പൊന്നു പെണ്ണേ, ഈ മഫ്ത കൂടി ശരിയാക്കാൻ കഴിഞ്ഞു, ആലിയ കുസൃതിയോടെ പറഞ്ഞു. മല കയറുമ്പോൾ ധരിക്കാൻ പറ്റിയ വേഷം, നർഗീസ് അല്പം പരിഹാസത്തോടെ പറഞ്ഞു. നർഗീസ്, നിന്റെ വിപ്ലവമൊക്കെ ഒന്ന് അടക്കി വെച്ചോട്ടോ. ദ റിഫോംസ് എന്ന പരിഷ്കാരത്തെ കുറിച്ചുള്ള ലേഖനം അധികാരികളെ വിറാളി പിടിപ്പിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണം വന്നേക്കാം. നീ പേടിക്കാതിരടി, അവരെന്നെ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാടിന്റെ ഒരു ചരിത്രമില്ലേ, വിപ്ലവങ്ങളുടെയും പോരാട്ടങ്ങളുടെയും. നമ്മൾ നടത്തുന്നതും ഒരു തരത്തിലുള്ള സമരമാണോ? തുല്യ നീതിക്കും സമൂഹ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടം. ദൂരെ ദൂരെ അരേബ്യൻ മണ്ണിൽ ഇറാനിൻ തെരുവുകൾ കാണാം. സുന്ദരി മുഖരിതമാക്കിയ വീഥികളകലെ കാണാം. ദൂരെ ദൂരെ അരേബ്യൻ മണ്ണിൽ ഇറാനിൻ തെരുവുകൾ കാണാം. സുന്ദരി മുഖരിതമാക്കിയ വീഥികളകലെ കാണാം. വരകളിൽ ഉയരും നാമപ്പെടുത്തിയ ഭൂമികൾ വീശുകാരും. പാടിയതെല്ലാം പതിനാണെന്നത് പെണ്ണുര ചെയ്വതു കേൾക്കാം, പെണ്ണുര ചെയ്വതു കേൾക്കാമോ. അതായിരുന്നു തുടക്കം. സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യവുമായി ഇറാനിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ തുറന്ന സമരം നടത്തിയ വിപ്ലവകാരിയായ ഒരു സ്ത്രീയുടെ പോരാട്ടങ്ങളുടെ തുടക്കമായിരുന്നു അത്. ഓരോ മല കയറുമ്പോഴും ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്ന ഊർജം വളരെ വലുതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി താക്ഷാക്കുൽ ദാനിസ്വയി എന്ന വിദ്യാർത്ഥി സംഘത്തോടൊപ്പം മല കയറാൻ ഒരുങ്ങുകയായിരുന്നു നർഗീസ്. പെട്ടെന്നതാ ഒരു പോലീസ് ജീപ്പ് പിടിച്ചെത്തി. ആക്രോശത്തോടെ ഒരു പോലീസുകാരൻ അലറി, നീയാണോ നർഗീസ് മുഹമ്മദി? നിനക്ക് മല കയറുവാനുള്ള പെർമിഷൻ ഇല്ല. അത് നല്ല കാര്യം. എന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരിധി നിങ്ങളാണോ നിശ്ചയിക്കുന്നത്? അത് കേട്ട് പോലീസുകാരൻ ചാടി ഇറങ്ങി അവരുടെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി. വർഷങ്ങൾ പഴക്കമുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അതും ഒരു വീര പെണ്ണ് മാറ്റാൻ പറ്റുമെന്നാണോടി നീ കരുതുന്നത്? ഇത് പറഞ്ഞ് പോലീസുകാരൻ അവളെ ജീപ്പിലേക്ക് വലിച്ചിഴച്ചു. അതായിരുന്നു നീണ്ട കാരാഗൃഹവാസത്തിന്റെ തുടക്കം. അരനൂറ്റാണ്ട് കാലത്തെ ജീവിതത്തിനിടയിൽ അവൾ നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വർഷം 1999. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അതാ അവിടെ ഒരു സമരം നടക്കുകയാണ്. ആ സമരമുഖത്തേക്ക് ഇറാനിലെ സദാചാര പോലീസുമാർ ഇരച്ചെത്തി. നിലവിളികൾക്കും മുദ്രാവാക്യങ്ങൾക്കും ഇടയിൽ ഒരു കൈ
മെല്ലെ നർഗീസിനെ ഒന്ന് പൊതിഞ്ഞു. അത് എഴുത്തുകാരനും പത്രക്കാരനുമായിരുന്ന താഗീർ ഹുമാനിയുടെ കൈകളായിരുന്നു. നർഗീസ്, ഇവിടെ നിന്ന് ഉടൻ തന്നെ നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുമായിരിക്കുമല്ലേ? താഗീർ ഹുമാനി തെല്ലൊരു തമാശയോട് ചോദിച്ചു. തീർച്ചയായും, അതാണല്ലോ ഇവരുടെ സ്ഥിരം കലാപരിപാടി. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഓരോ തവണയും ജയിലിൽ ഇറങ്ങുമ്പോഴും നിന്റെ വിപ്ലവ വീര്യം കൂടുതലല്ലാതെ കുറയുന്നില്ലല്ലോ. നർഗീസ് അതിനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഒട്ടു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം താഗീർ ഹുമാനി മെല്ലെ ചോദിച്ചു, നർഗീസ്, ഈ വിപ്ലവ യാത്രയിൽ എപ്പോഴെങ്കിലും നിനക്ക് ഒരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ്, ഭരണകൂടത്തെ പോലും സ്വന്തം പേനത്തുമ്പിൽ നിർത്തുന്ന താഗീർ ഹുമാനിയുടെ ഹൃദയത്തിൽ പ്രേമത്തിന്റെ ഒരു ഉറവ പൊട്ടുന്നുണ്ടോ? ഒട്ടും സാധ്യതയില്ലാത്ത ഒരിടത്ത് വിരിയുന്ന പൂ പോലെ അവരുടെ ഉള്ളിൽ പ്രണയം തളിർത്തു. പ്രണയവും പോരാട്ടവും ഇടചേർന്ന രാത്രികൾക്കിടയിൽ അവർക്ക് 2 കുട്ടികളുണ്ടായി, അലി റഹ്മാനി, കിയ റഹ്മാനി. നർഗീസ് ഇപ്പോൾ മറ്റൊരു സമരമുഖത്താണ്. പെട്രോൾ വില വർധനയ്ക്കെതിരെ പ്രതിഷേധിച്ച ഒരു യുവാവിനെ ഭരണകൂടം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ നെറുകേടിനെതിരെ അവൾ തെരുവിൽ പോരാടുകയാണ്. നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വിലപിക്കാനല്ല, പ്രതിഷേധിക്കാനാണ്. അവർ നമ്മളെ ഭയപ്പെടുത്തും, പക്ഷേ നാം ഭയപ്പെടുകയില്ല. ശബ്ദത്തെ അവർ ഇല്ലാണ്ടാക്കും, പക്ഷേ നാം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകും. വീണ്ടും ജയിൽ ജീവിതം ചാട്ടവാറടികൾ. എന്നാൽ യഥാർത്ഥ സമരമുഖം ഇനി തുറക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹ്സ അമീനി എന്ന പെൺകുട്ടിയെ ഭരണകൂടം അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിൽ വെച്ച് അവൾ കൊല്ലപ്പെട്ടു. ഈ വാർത്ത ഇറാനിലെങ്ങും ആളിപ്പടർന്നു. ആയിരക്കണക്കിന് മനുഷ്യർ പ്രതിഷേധത്തിന്റെ ജ്വാലയിൽ ഉണർന്നു. 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. മനുഷ്യരുടെ രക്തത്തിൽ ചവിട്ടിക്കൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞു, ഈ തെരുവിൽ കിടന്ന് വിപ്ലവം ഉണ്ടാക്കുന്നവന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷ വധശിക്ഷയാണ്. ഓർത്തോ. കലാപഭൂമിയായി മാറിക്കൊണ്ടിരുന്ന ഇറാനിലെ തെരുവിന്റെ നേതൃത്വം നർഗീസ് ഏറ്റെടുത്തു. ഈ രാജ്യം സ്വാതന്ത്ര്യ രാജ്യമാണെന്നാണ് വെപ്പ്. പക്ഷേ ഒരു പ്രധാന ചോദ്യം, ഒരു സ്ത്രീക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ്. ഇത് നമുക്ക് വേണ്ടിയുള്ള സമരമാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിനും പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സമരം. ഒരുപക്ഷെ ഈ സമരഭൂമിയിൽ നാം വീണുപോയേക്കാം, പക്ഷേ നാളെ കാലം അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിനക്ക് പൂക്കളെയും സ്വപ്നങ്ങളെ കുറിച്ച് എഴുതിക്കൂടെ, പറഞ്ഞുകൂടെ എന്ന്. കാരണം നീ ഒരു പെണ്ണല്ലേ എന്ന്. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നെരൂദയുടെ 2 വരികളാണ്. എന്തുകൊണ്ടവന്റെ കവിതകളിൽ ഇലകളെയും കിനാവുകളെയും കൂറ്റൻ അഗ്നിപർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കാത്തത്? വരൂ, കാണൂ ഈ തെരുവിലെ രക്തം. വരൂ, കാണൂ ഈ തെരുവിലെ രക്തം. മഹ്സ അമീനിയുടെ മരണവാർത്ത ഇറാനിലെങ്ങും ആളിപ്പടർന്നു. നർഗീസ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പലപ്പോഴായി 32 വർഷത്തോളം അവർ ജയിലിൽ ഒതുങ്ങിക്കൂടി. 8 വർഷത്തോളം തന്റെ പ്രിയ കുട്ടികളെ കാണാതെ ജയിലഴികളിൽ നിശബ്ദത തേങ്ങി. വർഷം 2023. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം ഹാളിൽ ലോകത്തെ മുഴുവൻ വിശിഷ്ട വ്യക്തികളെ കൊണ്ടും മാധ്യമ പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അതാ അവിടെ ഈ വർഷത്തെ നോബൽ പ്രൈസ് പ്രഖ്യാപിക്കുകയാണ്. This year Nobel Prize goes to Nargis Mohammadi, who fought against the women's right. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ധിയില്ലാണ്ട് പോരാടിയ ഒരുവൾക്കല്ലാതെ മറ്റാർക്കാണ് ഈ ബഹുമതി നൽകുക? ഞാൻ ഈ കഥ പറയുമ്പോഴും നർഗീസ് ജയിലിൽ തന്നെയാണ്.
അധികാരം മാറ്റങ്ങൾക്കായി ഉപയോഗിക്കണമെന്നറിയാത്ത കൂട്ടർ ഭരിക്കുന്നിടത്തോളം കാലം പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ ഈ കഥ പറയുമ്പോൾ നർഗീസ് ജയിലിൽ തന്നെയാണ്. ഈ അംഗീകാരം മാറ്റങ്ങൾക്കായി പൊരുതുന്ന ഒരു കൂട്ടം മനുഷ്യർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. നോബൽ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് നർഗീസ് ഇങ്ങനെ പറഞ്ഞു: കാലചക്രം ഇനിയും ചലിക്കും. തുല്യനീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരും. ഒരു നർഗീസ്